ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഐസ് ക്യൂബ് കൊണ്ട് പിഗ്മെൻറ്റേഷന് 2 ആഴ്ച കൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ 2 ആഴ്ച കൊണ്ടുള്ള കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അഥവാ ആദ്യമായി എൻ്റെ ചാനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ മാജിക്കൽ ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ സൈസിലുള്ള 2 പൊട്ടറ്റോ, നല്ല തണുത്ത പാല്, അതുപോലെ ഒരു നാരങ്ങ. പാല് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തണുത്തതായിരിക്കണം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ, ഫ്രീസറിൽ ഇടയ്ക്കായിരുന്നു. അപ്പോൾ നല്ല തണുത്തിട്ടുള്ള പാലായിരിക്കണം, തിളപ്പിച്ച പാല് ആയിരിക്കരുത്. അതിനുശേഷം പൊട്ടറ്റോയെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ സാമാന്യം വലുപ്പമുള്ള 2 വലിയ പൊട്ടറ്റോ ആയിരുന്നു. അതിൽ നിന്നും ഏകദേശം 1 കപ്പ് അളവിലുള്ള വെള്ളമൊന്നും ചേർത്തിട്ടുള്ളതല്ല, നമ്മൾ പൊട്ടറ്റോ മാത്രം ഇട്ട് അരച്ചതാണ്. വലിയൊരു പീസ് കിട്ടിയതിനെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക, ഇതേ രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ പൊട്ടറ്റോ എല്ലാവർക്കും അറിയാം, നല്ലൊരു വൈറ്റനിങ് ഏജൻറ്റാണ്. പൊട്ടറ്റോ കൊണ്ട് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള ക്രീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കുന്നില്ല. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയാണ്. ഒരു നാരങ്ങ മുറിച്ചതിൻ്റെ 2 നീരും, ഏകദേശം 1 ടീസ്പൂണോളം, 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നാരങ്ങ അലർജി ഉള്ളവർക്കാണെങ്കിൽ നാരങ്ങ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ നാരങ്ങയെ കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. പിന്നെ നാരങ്ങ നീരും കൊണ്ട് വേറൊരു ടിപ്പുണ്ട്. അലോവേര ജെല്ല്, ഒരു 1/4 ടീസ്പൂൺ അലോവേര ജെല്ലും അതിനോടൊപ്പം 3-4 ഡ്രോപ്സ് നാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖക്കുരുവിനും അതുപോലെ പാടുകളെല്ലാം മാറുന്നതിനും വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തണുത്ത പാല്, നല്ല ഫ്രീസായ പാലാണ്. ജസ്റ്റ് ഒന്ന് അലിഞ്ഞു വരുന്നേ ഉള്ളൂ, അതുപോലെ തണുത്ത പാലായിരിക്കണം. അല്ലെങ്കിൽ നാരങ്ങയുമായിട്ട് ചേരുമ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതെല്ലാം കൂടി അല്പാൽപമായി പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ അളവിലുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒരുമിച്ചല്ല, പല പ്രാവശ്യമായിട്ട്. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സ് ആവുന്നതനുസരിച്ച് വീണ്ടും പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ട്രേയിലേക്ക്, ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് ഒഴിക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ പാല് എല്ലാവർക്കും അറിയാം, നല്ലൊരു ക്ലെൻസറാണ്. പാലിൽ ഒരു കോട്ടൺ എടുത്തിട്ട് അഥവാ പഞ്ഞി എടുത്തിട്ട് അതിൽ പാല് മുക്കിയിട്ട് മുഖം മൊത്തം അപ്ലൈ ചെയ്യുന്നതും മുഖത്തിനൊരു നല്ല ക്ലെൻസിങ്, നല്ലൊരു ഭംഗി കിട്ടുന്നതിന് സഹായിക്കും. അതുപോലെ പാല് നല്ലൊരു വൈറ്റനിങ് ഏജൻ്റാണ്. അതുകൊണ്ട് പാലും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. തണുത്ത പാലായിരിക്കാൻ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഐസ് ക്യൂബ് വെക്കാനുള്ള ഒരു ട്രേ എടുക്കുക. ട്രേയിൽ വെള്ളമൊന്നും വേണ്ട, നന്നായിട്ട് ഉണങ്ങിയ ട്രേ ആയിക്കോട്ടെ. അതിനകത്തേക്ക് അല്പാൽപമായിട്ട് എല്ലാ ട്രേയിലും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ട്രേ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. 14 ഐസ് ക്യൂബ് കിട്ടാനുള്ള ട്രേ ആണ്. കലക്കിയെടുത്ത അത്രയും മിക്സ് ഈ 14 ഐസ് ക്യൂബ്സിന് വേണ്ടി കറക്റ്റായിരുന്നു. ഒട്ടും തന്നെ മിച്ചം വന്നിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മളിനി നേരെ ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ്. ഒരു 3-4 മണിക്കൂറുകളൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ട് സെറ്റാവും. അല്ലെങ്കിൽ സെറ്റാവുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കണം എന്ന് തോന്നിക്കുന്ന സമയത്ത് എടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ദിവസം 2 നേരം ഇത് ഉപയോഗിക്കണം. ഇപ്പം നമ്മുടെ ട്രേ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ രാവിലെ വെച്ചതിന് ശേഷം വൈകിട്ടാണ് എടുക്കാൻ സമയം കിട്ടിയത്. ആ സമയം എടുത്ത് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് ഇതുപോലെ ഫ്രീ ആയിട്ട് ഇളകി വരും. ഇപ്പോൾ ഇതാ നല്ല സോപ്പിൻ്റെ കട്ടയൊക്കെ പോലെ നല്ല ഒരു സോപ്പ് പീസ് പോലെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഐസ് ക്യൂബ് അത് നോർമൽ ഐസ് ക്യൂബ് ആയാലും ഡയറക്റ്റ് മുഖത്തേക്ക് ഇട്ട് അപ്ലൈ ചെയ്യരുത്. പകരം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി എടുക്കുക. അത് കോട്ടൺ ആവാം അല്ലെങ്കിൽ മറ്റെന്ത് തുണിയാവാം, പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി എടുക്കുന്നതാണ് നല്ലത്. മുഖത്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ പാടുകൾ തുണിയുടെ ഉരസലൊന്നും വരാത്ത രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി എടുക്കുക. അതിനുശേഷം ഐസ് ക്യൂബ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് 1-2 ഐസ് ക്യൂബ് എടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. നമുക്ക് മുഖത്ത് പാടുകൾ അഥവാ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്ത് പ്രത്യേകം നല്ല രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കാനുള്ളത് തുണിയിലൂടെ തന്നെ ആയിരിക്കണം. അതുപോലെ വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം താഴെ നിന്ന് മുകളിലേക്ക് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. കൂടാതെ പിഗ്മെൻറ്റേഷൻ ഉള്ള ആ ഏരിയയിൽ കുറച്ച് അധിക നേരം മസാജ് ചെയ്ത് കൊടുക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. മസാജ് ചെയ്തതിന് ശേഷം ഇത് അവിടെ തന്നെ ഉണങ്ങാൻ അനുവദിക്കുക. ഉടനെ കഴുകി കളയരുത്. അത് ഒരു 10 മിനിറ്റെങ്കിലും മുഖത്ത് ഒന്ന് പിടിക്കാൻ അനുവദിക്കുക. അതിനുശേഷം കഴുകി കളയാം. കഴുകി കളഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കാനുള്ളത് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ ഈ കാണുന്ന തമ്പനയിലിൽ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലുണ്ട്. അതുകൂടി ഒന്ന് കാണണം. അതിൽ കൊടുത്തിട്ടുള്ള ഡയറ്റ് പ്രകാരമുള്ള ഒരു ഡ്രിങ്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ കഴിച്ചിരിക്കണം. കൂടാതെ എക്സസൈസും പിഗ്മെൻറ്റേഷന് നല്ലോണം റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ബോഡി നന്നായിട്ട് വിയർത്തിരിക്കണം. അതിന് അത്യാവശ്യം രാവിലെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലും അരമണിക്കൂറെങ്കിലും ഒന്ന് നടക്കുക. ബോഡി നന്നായിട്ട് വിയർക്കണം. കൂടാതെ വെള്ളം കുടിക്കുന്നത് 2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുറഞ്ഞത് കുടിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫുഡും വെള്ളം കുടിക്കുന്നത് എക്സസൈസ് അതിനോടൊപ്പം നമ്മുടെ ഈ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ വെറും 2 ആഴ്ച കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ പിഗ്മെൻറ്റേഷൻ. അതുപോലെ ഷുഗറിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്നതും പിഗ്മെൻറ്റേഷന് വളരെ നല്ലതാണ്. പക്ഷേ ആരും ഇത്തരം കാര്യങ്ങളൊന്നും ഷുഗറിനെ പറ്റിയോ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയോ എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനെ പറ്റിയോ ശ്രദ്ധിക്കാതെയാണ് പിഗ്മെൻറ്റേഷൻ മാറില്ല എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇതുകൊണ്ടൊക്കെ ശരിയാവുമോ, ഇത് ശരിയാവില്ല, ഈ ഒരു മനസ്ഥിതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും തന്നെ ശരിയാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.